ഹലോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ വണ്ടിമേൽ കുറച്ച് വർക്ക് എടുക്കാൻ പോവാണ്. വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യമായിട്ട് ചെയ്യേണ്ട വർക്ക് പറഞ്ഞാൽ നമ്മളെ ഹോണ് വർക്കിംഗ് അല്ലേ, ഇനി ഒരു ഹോണേ വർക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ ഹോണ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് പിന്നെ നമുക്ക് വേറൊരു ചെറിയ വർക്ക് കൂടി ഉണ്ട്. അപ്പോൾ ഹോണ് കണ്ടില്ലേ, ഇതാണ് ഹോണിൻ്റെ അവസ്ഥ. ഹോണ് ഒന്നേ വർക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു ഹോണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പഴയ ഹോണൊന്നുണ്ട്, പിന്നെ ഒരു പുതിയ ഹോൺ കൂടി നമ്മൾ സെറ്റാക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോണ വർക്ക് പറഞ്ഞാൽ നമ്മളെ ഡോറ് തുറക്കുമ്പോൾ ലൈറ്റ് സെറ്റാക്കുകയാണ്. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ ലൈറ്റും സെറ്റാക്കണം. അപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഔട്ടെന്ന് ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഡോറും കാര്യങ്ങളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് ഇനി നമ്മൾ ബ്ലൂ ലൈറ്റാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത്. നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് ബ്ലൂ ലൈറ്റാണ്. നമ്മൾ ഡോറിൻ്റെ ലൈറ്റ് സെറ്റാക്കുമ്പോൾ നമ്മളെ ഡോർ സ്വിച്ചിന് രണ്ടെണ്ണത്തിന് ഫ്രണ്ടിലത്തെ രണ്ടിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഡോർ സ്വിച്ചും കാര്യങ്ങളൊക്കെ മാറ്റി. അപ്പോൾ നമ്മൾ ഡോർ സ്വിച്ചിന് ഏകദേശം നമുക്ക് വന്നിട്ടുള്ളത്, ഒരു ഡോർ സ്വിച്ചിന് വരുന്നത് എത്രയെന്ന് വെച്ചാൽ ഏകദേശം 35 റുപ്യാണ് അൾട്ടോൻ്റെ ഡോർ സ്വിച്ചിന് വരുന്നത്. അങ്ങനെ രണ്ട് സൈഡത്തെ ഡോർ സ്വിച്ചും കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് വന്നിട്ടുള്ളത് എത്രയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 220 രൂപയാണ് നമ്മളെ രണ്ട് സൈഡിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് ഏതായാലും വിചാരിച്ചിട്ടുണ്ട്. നമ്മളതാ ഇതുവരെ നമ്മളെ സൈഡ് സ്കേർട്ട് നമ്മൾ കുടുക്കിയിട്ടില്ല. നമ്മൾ സൈഡ് സ്കേർട്ട് കൊടുക്കാൻ പോയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ സൈഡ് സ്കേർട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും വണ്ടിയിലുണ്ട്, അതൊന്നും സെറ്റ് ചെയ്യാണ്ട്. അപ്പം ഇന്ന് നമ്മൾ ചെയ്ത വർക്ക് ഇതൊക്കെയാണ്. ഏത് നമ്മുടെ ഹോണ് കാര്യങ്ങളൊക്കെ മാറ്റി. ഒരു ഹോണിന് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് ഏകദേശം 480 രൂപയാണ് ഹോണിൻ്റെ റേറ്റ് നമുക്ക് വന്നിട്ടുള്ളത്. ഹോണിന് നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ വൈപ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. വൈപ്പർ എന്താ വെച്ചാൽ നമ്മൾ വൈപ്പറിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിന്. അപ്പോൾ 2 വൈപ്പർ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത്. വൈപ്പറിനും കാര്യത്തിന് ഏകദേശം ഒരു 100-400 റുപ്യോളം നമുക്ക് വൈപ്പറിനും കാര്യത്തിന് വന്ന്. ഇനി നമുക്ക് മിറർ ബ്ലാക്ക് ആക്കാണ്ട് ഈ ഒരു കളർ മാറ്റിയിട്ട് മിററിന് ബ്ലാക്ക് കളർ കൊടുക്കാണ്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് കുറച്ചുകൂടി ഒരു ലുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കാർ ചാർജർ, നമ്മൾ പുതിയ കാർ ചാർജറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഓൾറെഡി അതിൽ പവർ ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്തൊക്കെ പവറും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. ബെസ്റ്റ് കാർ ചാർജറും വാങ്ങിയിട്ടുണ്ട്, ഒരു കേബിളും വാങ്ങി. നമ്മൾ ഐഫോണിൻ്റെ ഒരു കേബിളും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ അതും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക്, കുറച്ചുകൂടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമ്മൾ പതിയെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ചെയ്ത വർക്ക് ഇതൊക്കെയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ, കാറിൻ്റെ ഉള്ളിലേക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതേപോലെ തന്നെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇതും കൊടുക്കാണ്ട് കേട്ടോ. സൈഡ് സ്കേർട്ട് നമുക്ക് കൊടുക്കാണ്ട്, നമുക്ക് ഒരു സൈഡ് സ്കേർട്ട് നമ്മൾ ഷോപ്പ് പോയപ്പോൾ അവിടുന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ റാമ്പുമ്മ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. കാരണം പൊക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം അതുകൂടിയും ചെയ്യാണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടല്ലോ, ഒരു സ്പ്രേ, കാർ സ്പ്രേ വാങ്ങിയിട്ടുണ്ട്. കാർ സ്പ്രേ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ, നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. ഒരു സ്പ്രേ വാങ്ങി ഒറ്റ അടി അടിച്ചാൽ തന്നെ അത്യാവശ്യം കാറിൻ്റെ ഉള്ളിലൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർ സ്പ്രേ വാങ്ങി. ഈ കാർ സ്പ്രേക്ക് ഏകദേശം 350 റുപ്യാണ് പറഞ്ഞത്. നമ്മളൊരു 300 റുപ്യക്കാണ് ഈ കാർ സ്പ്രേ വാങ്ങിയത്. ഇതിൻ്റെ കുറഞ്ഞതൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് മണം അത്യാവശ്യം നല്ല, എന്താ പറയുക, നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കാർ സ്പ്രേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്.